ചീഫ് സെക്രട്ടറി നേരിട്ടാണ് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കുറ്റപത്രം പോലെ ഇന്നലെ ഉത്തരവ് പുറത്തിറക്കുന്നത്. സാധാരണ ഒരാളെ സസ്പെൻഡ് ചെയ്യുമ്പോൾ കുറ്റപത്രം പോലെ വിശദാംശങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്താറില്ല. എന്നാൽ ഇന്നലത്തെ സസ്പെൻഷൻ ഉത്തരവിൽ അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസിലെ മുഴുവൻ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു, മൊഴികൾ പോലും ഉൾപ്പെടുത്തിയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല അത് ഒപ്പുവെച്ചത് ചീഫ് സെക്രട്ടറി തന്നെയായിരുന്നു. പലരും അതിശയിക്കുന്ന ഒരു സംഗതി, ഈ എം ആർ അജിത് കുമാർ സൂപ്പർ DGP ചമഞ്ഞ് ADGP ലോ ആൻഡ് ഓർഡറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് മുകളിൽ ഹോം സെക്രട്ടറി ആയിരുന്ന ആളാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വിശ്വാസ് സിൻഹ. പിന്നെ എങ്ങനെയാണ് ഇത്രയും നിശിതമായ ഒരു കുറ്റപത്രം ോടുകൂടി പുറത്താക്കിയതെന്ന ചോദ്യം പ്രസക്തമാണ്. വാസ്തവത്തിൽ വിശ്വനാഥ് സിൻഹ പിണറായി വിജയന്റെ കാലത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ ഹോം സെക്രട്ടറിയായി ഇരുന്നെങ്കിലും അജിത് കുമാറിനോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ലായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത്. അതിന്റെ കാരണം ആഭ്യന്തര സെക്രട്ടറിയാണ് ഉയർന്ന പദവി. ആഭ്യന്തര സെക്രട്ടറി പറയുന്നത് കേൾക്കാനുള്ള ബാധ്യത എല്ലാ പോലീസ് ഓഫീസർമാർക്കുമുണ്ട്, ഒരു പരിധിവരെ DGPക്കുമുണ്ട്. എന്നാൽ ആഭ്യന്തര സെക്രട്ടറി എന്ന നിലയിൽ വിശ്വനാഥ് സിൻഹ പറഞ്ഞ കാര്യങ്ങൾ പോലും അവഗണിക്കുന്ന പതിവ് ഈ അജിത് കുമാറിനുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു നിർദ്ദേശം പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഞാൻ CM-നോട് സംസാരിച്ചോളാം, CM-മായി ആലോചിച്ച് ചെയ്തോളാം എന്നായിരുന്നു നിലപാട്. എന്ന് വെച്ചാൽ പിണറായി വിജയനുമായി ആത്മബന്ധമുണ്ടായിരുന്നതുകൊണ്ട് താനാണ് പിണറായി കഴിഞ്ഞാൽ രണ്ടാമൻ എന്ന ഭാവത്തിലായിരുന്നു അജിത്തിന്റെ ഇടപാടുകൾ. അതുകൊണ്ട് തന്നെ ആരെയും ഗൗനിച്ചിരുന്നില്ല. ഭരണം മാറിയതോടെ, അധികാര സംവിധാനം മാറിയതോടെ അന്ന് അജിത്തിനെ സഹിച്ചിരുന്നവരൊക്കെ അജിത്തിനെതിരായി മാറുന്ന സാഹചര്യമാണ് രൂപപ്പെട്ടത്. ഈ സസ്പെൻഷൻ ഉണ്ടായിട്ടും അജിത്തിന്റെ അഹങ്കാരത്തിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പോലീസിലെ സഹപ്രവർത്തകർ പറയുന്നത്. തികഞ്ഞ ആത്മവിശ്വാസം ഇപ്പോഴും അജിത്ത് തുടരുന്നു. എന്നാൽ അധികകാലം ആത്മവിശ്വാസം ഉണ്ടാവുകയില്ല. സസ്പെൻഷനെതിരെ ട്രിബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങാം എന്ന ആത്മവിശ്വാസമാണ് അജിത്തിന് മുമ്പോട്ട് നയിക്കുന്നത്. എന്നാൽ കേവലം സസ്പെൻഷനിൽ ഒതുങ്ങുകയില്ല. സസ്പെൻഷൻ ഡിസ്മസലിലേക്കോ അല്ലെങ്കിൽ ജയിലിലേക്കോ വഴിതെളിക്കും എന്ന് തന്നെയാണ് പോലീസിലെ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അജിത്തിനെ പൂട്ടിക്കെട്ടാൻ തയ്യാറായി പലരും ഒരുമിച്ച് രംഗത്തിറങ്ങുന്നുണ്ട്.